ഇലഞ്ഞി ഇലഞ്ഞി കൂരുമലയുടെ അതിരുകളും പുറമ്പോക്ക് ഭൂമിയും സ്പെഷ്യൽ ടീമിനെ വെച്ച് അടിയന്തരമായി തിരിക്കുമെന്ന് ജില്ലാ കളക്ടർ SNK ഉമേഷ് IAS പറഞ്ഞു. DTDCയുമായി ബന്ധപ്പെട്ട് കൂരുമലയെ മികച്ച ശ്രദ്ധാകേന്ദ്രമാക്കാൻ പഞ്ചായത്തിനെ സഹായിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഇലഞ്ഞി കൂരുമലയെ ഹരിത ടൂറിസം പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലയിലെ പ്രധാന ടൂറിസം മേഖലകളിൽ ഒന്നായ കൂരുമലയിൽ വികസനങ്ങൾക്ക് പ്രധാന തടസ്സമാണ് അതിർത്തി തിരിക്കാത്തതെന്നും അടിയന്തരമായി സാധിച്ചു തരണമെന്നും അഡ്വഞ്ചർ ടൂറിസം ഉൾപ്പെടെ നടപ്പിലാക്കാൻ സാധിക്കുന്ന മേഖലയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷ പ്രസംഗത്തിൽ നടത്തിയ പരാമർശത്തിന് മറുപടിയായിട്ടാണ് കളക്ടർ പറഞ്ഞത്. അനൂപ് M. ജേക്കബ് MLA രാവിലെ തന്നെ വിളിച്ച് കൂരുമലയിൽ പോകുമ്പോൾ കൂരുമലയുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതായി കളക്ടർ അറിയിച്ചു. കൂരുമലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയ ഗതാഗത സൗകര്യത്തിനായി കൂടുതൽ ബസ് റൂട്ടുകൾ ഈ വഴി അനുവദിക്കണമെന്ന നിവേദനം അദ്ദേഹം സ്വീകരിക്കുകയും കോളേജിലെ 74-ാം വയസ്സിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന തങ്കമ്മ ചേച്ചിയെ കളക്ടർ അനുമോദിക്കുകയും ചെയ്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ടോമി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മാജി സന്തോഷ്, ജിനി ജിജോയ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MB ജോസഫ്, ജയശ്രീ സനൽ, സുരേഷ് ജോസഫ്, സുമോൻ ചെലപ്പൻ, സുജിത സദൻ, സെക്രട്ടറി തോമസ് ഉമ്മൻ, വിസാറ്റ് കോളേജ് ഡയറക്ടർ ഡോക്ടർ K. ദലീപ്, പ്രിൻസിപ്പൽമാരായ KJ അനൂപ്, രാജു മാവുങ്കൽ, PRO ഷാജി അഗസ്റ്റിൻ, CDS ചെയർപേഴ്സൺ വത്സ വർഗീസ്, നവകേരളം കോർഡിനേറ്റർ MA സുരേഷ്, കില RP മാർക്കോസ് ഉലഹന്നൻ, അഞ്ജു സൂസൻ, MVP കുഞ്ഞുമോൻ, ഹരിതകർമ്മസേന ലീഡർ കുമാരി ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾ, വിസാറ്റ് കോളേജ് NCC, NSS, നേച്ചർ ക്ലബ് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, CDS അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ കൂർമലയുടെ ടൂറിസം സാധ്യതകൾ വളരെ കൂടുതൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞത് ഈ ബൗണ്ടറീസ്, അതിരുകൾ ഇപ്പോഴും വ്യക്തമായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു വലിയ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. വലിയ സർവേ ടീം തന്നെ വെക്കേണ്ടി വരും. നമുക്കത് ഉടനെ തന്നെ വെച്ച് രാവിലെ വിളിച്ചിരുന്നു. ഇന്നിവിടെ പോകുന്നുണ്ടല്ലോ, ഒന്ന് കറക്റ്റ് കാണണം. സർവേ എന്ന് പറയുമ്പോൾ ഒത്തിരി എല്ലാവരും ജോലിയും മാത്രം 10,000-5,000 അപേക്ഷകളാണ്. സോ അതെല്ലാം മാറ്റി വെച്ചിട്ട് സ്പെഷ്യൽ ടീം തന്നെ വെക്കണം. ഇതിന്റെ നടപടി ഉടനെ തന്നെ നമുക്ക് എടുക്കാം. എത്ര ദിവസം, എത്ര പേര് വേണമെന്നോ ഉടനെ തന്നെ സർവേ സൂപ്പർമാരുടെ സ്ഥലം സന്ദർശിച്ച് റെഡിയാക്കാൻ പറയാതിന് ശേഷം നമുക്ക് ടീം വെച്ച് ഈ കുറുമല ടൂറിസം കേന്ദ്രം ഇത് വലിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. അതിനെയും മെച്ചപ്പെടുത്താനുള്ള എല്ലാ പിന്തുണയും സഹകരണവും ഞാൻ തരുമെന്ന് ഞാൻ ഉറപ്പില്ല.